മറക്കാൻ പറ്റൂല ഞങ്ങൾ അനിയനെ. അർജുനന് ഞാൻ ഒരിക്കലും അനുഭവിച്ചില്ല. എൻ്റെ കുട്ടനാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ടനാണ്. ഞങ്ങളെല്ലാവരും കുട്ടാന്നാണ് വിളിക്കല്. കുട്ടന് ഞങ്ങളെ കൂട്ടല്ല. പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഓനും കൂട്ടിയിട്ടാണ് ഞാൻ വരുമെന്നാണ്. പക്ഷെ ഞാൻ ശിരൂരിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോരും. പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇനി എന്നാ തിരിച്ചു വരാം. 71 ദിവസത്തെ കാത്തിരിപ്പും അർജുന്റെ അന്ത്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു അസ്ഥിയെങ്കിലും കിട്ടണമെന്ന കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യമാണ് അർജുൻ ദൗത്യത്തിൽ നിർണായകമായിരിക്കുന്നത്. കുടുംബം ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി നിലകൊള്ളുകയാണ് ഉണ്ടായത്. ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വന്നതെങ്കിലും കുടുംബത്തിന് ആശ്വാസം നൽകുന്നതായിരുന്നു മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത. സങ്കടകരമായ വാർത്തയാണ് ബുധനാഴ്ച ഉച്ചയോടെ കുടുംബത്തിലെത്തിയതെങ്കിലും ഊണും ഉറക്കവുമില്ലാതെ 71 ദിവസം കഴിച്ചുകൂട്ടിയ കുടുംബത്തിന് അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയെന്ന ചിന്തയായിരുന്നു അർജുന്റെ പിതാവായ പ്രേമനും കുടുംബത്തിനും. തിരച്ചിൽ വൈകിയാൽ ജീവൻ അപകടപ്പെടുമെന്ന് കരുതി കെഞ്ചിയും കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും കുടുംബം ആദ്യ നാളുകളിൽ ചെറുത്തുനിന്നു. കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നാട് പ്രതിഷേധ സമരങ്ങൾ വരെ സംഘടിപ്പിച്ച് ഒപ്പം നിന്നു. കുടുംബം ഒറ്റപ്പെടാതിരിക്കാൻ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി പാർട്ടിയും ചേർത്തുപിടിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് ജോലിയിൽ പ്രവേശിച്ച കൃഷ്ണപ്രിയ ജോലിക്കിടെയാണ് ബുധനാഴ്ച ഉച്ചയോടെ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിഞ്ഞത്. ഉടൻ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വീട്ടിൽ കയറി 2.5 വയസ്സുള്ള മകൻ അയനെ തോളിലെടുത്ത് അകത്തേക്കും പോയി. ഡ്രഡ്ജിംഗ് തുടങ്ങിയ ആദ്യ ദിവസം മുതൽ സഹോദരൻ അഭിജിത്തും സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ശിരൂരിലുണ്ടായിരുന്നു. അഞ്ജു ചൊവ്വാഴ്ച വൈകിട്ടോടെ വീട്ടിൽ തിരിച്ചെത്തി. തളർന്നു കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാനാവാതെ ഒപ്പം നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. DNA പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാവൂ. അതുവരെ അവർ ഇവിടെ തുടരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹ ഭാഗങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കാത്തിരിപ്പിനും നിസ്സഹായതയ്ക്കും പരാതിപ്പെടലുകൾക്കും ഒടുവിലാണ് അർജുനിനി ജീവനോടെ വരില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ആ വീടെത്തിയത്. തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ പിന്നീട് കൈവിട്ടു പോയപ്പോഴാണ് അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞതും. മകൻ തിരിച്ചു വരില്ല എന്ന് കനത്ത നിസ്സഹായതയേക്കാൾ തിരച്ചിൽ നീണ്ടുപോകുന്നതിലെ അമർഷമായിരുന്നു ആ വാക്കുകളിൽ. എങ്കിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ആ ഒരു കുടുംബം മുട്ടാത്ത വാതിലുകളുമില്ല. ശിരൂരിൽ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം അർജുൻ ഫോണിൽ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് അർജുന്റെ വിളി വരാതിരുന്നത് അസ്വാഭാവികമായി തോന്നിയതോടെയാണ് കുടുംബം അന്വേഷിച്ചിറങ്ങിയത്. ലോറിയുടെ ലൊക്കേഷൻ ശിരൂരിലാണെന്നുള്ളത് മനസ്സിലായി. ജിതിനും മനാഫും സഹോദരൻ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞു ചെന്നു. അവിടത്തെ രക്ഷാപ്രവർത്തനത്തിന് വേഗമില്ല എന്ന് കണ്ടതോടെയാണ് ഭരണതലത്തിലെ ഇടപെടലിനായി MPയെയും മുഖ്യമന്ത്രിയെയും കണ്ടത്. ജീവനോടെ കണ്ടെത്താനുള്ള സമയം പാഴാവുന്നു എന്ന് കണ്ടതോടെയാണ് കുടുംബം ശിരൂരിലെ ദൗത്യ രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചത്. തർക്കത്തിനിടെ ലോറി ഉടമ മനാഫിനെ കാർവാർ SP നാരായണൻ മർദ്ദിച്ചു എന്ന വാർത്തയും കുടുംബത്തെ വിഷമിപ്പിച്ചു. സൈന്യത്തെയോ കേരളത്തിൽ നിന്നുള്ളവരെയോ ദൗത്യത്തിന് ഇറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ദൗത്യം സൈന്യത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മുഖ്യമന്ത്രിക്കും പരാതിയും നൽകി. പിന്നീട് സൈന്യം എത്തി തിരച്ചിൽ നടത്തിയപ്പോഴും ഫലമൊന്നുമില്ലാതെ വന്നതോടെയാണ് ആശങ്ക പ്രകടിപ്പിച്ച് വീണ്ടും രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണവും അതിന്റെ മേൽ കേസുമുണ്ടായി. 13 ദിവസം പിന്നിട്ട് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ കർണാടക സർക്കാർ ഒരുങ്ങിയതോടെ വീണ്ടും കുടുംബം ആശങ്ക പങ്കുവച്ച് രംഗത്തുമെത്തി. ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടും പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന വാർത്തകൾ വരുമ്പോൾ കുടുംബവും നിസ്സഹായരായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 1 മാസവും 3 ദിവസവും കഴിഞ്ഞപ്പോൾ കർണാടകയിൽ നിന്ന് കണ്ണാടിക്കലെ വീട്ടിലെത്തി അർജുന്റെ കുടുംബത്തെ ഈശ്വർ മാൽപ്പ സന്ദർശിച്ചു. എന്റെ മകനെ കണ്ടെത്തിയില്ല എന്ന ചോദ്യമായിരുന്നു അമ്മയ്ക്ക് ഈശ്വർ മാൽപ്പയോട് ആകെ ചോദിക്കാനുണ്ടായിരുന്നതും. ആ അമ്മയ്ക്കും കുടുംബത്തിനും അർജുനെ കണ്ടെത്തുമെന്ന വാക്ക് നൽകിയാണ് മാൽപ്പ മടങ്ങിയതും. എന്നാൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ച് 3-ാം ദിവസം ഈശ്വർ മാൽപ്പയ്ക്ക് ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു. അവിടുന്ന് 3-ാം ദിവസം ഈശ്വർ മാൽപ്പ ഇല്ലാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയായി.